മൈൻഡ് ചെയ്യുന്നു. അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവൻ്റെയൊക്കെ വാക്കിനെ ആരും വിശ്വസിക്കും. 4 മാസം മുന്നേ അവനെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. അതല്ല, ഈ ക്യാമറ എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇതാ. അതെ, ഉമ്മാനെ ഞാൻ എന്നാ പുറത്താക്കി. ഉമ്മ ഒരു പുസ്തകം എന്ന് ചാണാപ്പുഴ വന്നിട്ട് ഉമ്മാനെ ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ പോയിരുന്നു പറഞ്ഞു. പിന്നെ അവനെ മറ്റേ കേസും കൂടി ഇരുന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞു സിയാസ് കരീം സ്വന്തം ഉമ്മാനെ അടിച്ചു പുറത്താക്കി. ഇത് ഞാൻ പറഞ്ഞല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂല് അഖിൽ മാരാർ പറഞ്ഞതാണ്. അഖിൽ മാരാർ 4 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈ കാര്യത്തിന് 2 ദിവസം മുമ്പ് മാത്രമാണ് സിയാസ് കരീം മറുപടി കൊടുക്കുന്നത്. എന്തുകൊണ്ട് മറുപടി പറയാൻ ഇത്ര താമസിച്ച്? എന്താണ് ഇവർക്കിടയിലുള്ള യഥാർത്ഥ പ്രശ്നം? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനാദ്യം കുറച്ച് മാസങ്ങൾ പിറകോട്ട് പോകണം. ഈ അഖിൽ മാരാർക്കും സിയാസ് കരീമിനും ഇടയിൽ കുറച്ച് കാര്യങ്ങളായി ചെറിയ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന കാര്യം പലരും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഈ പറയുന്ന സിയാസ് കരീം അതിഥിയായി പോയതിനു ശേഷമാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് തോന്നുന്നു. ഇനി അതിനു മുമ്പേ തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ. ബിഗ് ബോസിന്റെ സമയത്താണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറഞ്ഞ സിയാസ് കരീം ബിഗ് ബോസ് ഹൗസിൽ കയറിയതിനു ശേഷം അനുമോളുടെ പാവയായിട്ടുള്ള പ്ലാസ്റ്റിക് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിരുന്നു. അങ്ങനെ ഇത് കണ്ട അഖിൽ മാരാർ എന്താക്കി ആ ചെയ്തത് ശരിയല്ലെന്നോ മറ്റോ പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സിയാസിനോട് പ്ലാസ്റ്റിക് എറിഞ്ഞ മറ്റേ സംഭവത്തിൽ അഖിൽ മാരാർ താങ്കളെ വിമർശിച്ചല്ലോ എന്ന് ഏതൊരു ഓൺലൈൻ മീഡിയക്കാരൻ സിയാസിനോട് ചോദിച്ചു. അപ്പൊ സിയാസ് കൊടുത്ത മറുപടിയിലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അഖിൽ മാരാറോ? അതാരാ? എനിക്കറിയില്ല കേട്ടോ. അഖിൽ കോട്ടാത്തൽ എന്ന് പറഞ്ഞ ചെങ്ങായി മാത്രമേ എനിക്കറിയത്തുള്ളൂ എന്ന രീതിയിൽ അന്ന് സിയാസ് മറുപടി പറഞ്ഞു. നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അഖിൽമാരാർ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു. അഖിൽ കോട്ടാത്തല, ആള് പറയുന്നുണ്ടായിരുന്നു അഖിൽ രാജ് കോട്ടാത്തല. ഇതായിരുന്നു അന്ന് നടന്ന സംഭവം. സിയാസ് കരീം അഖിൽ മാരാർ അപമാനിച്ചു വിട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അഖിൽ മാരാർ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇൻസൾട്ട് ആയിട്ടാണ് മൂപ്പർക്ക് ഇത് ഫീൽ ആയത്. ആക്ച്വലി അഖിൽ മാരാറുടെ ഒറിജിനൽ പേര് സിയാസ് പറഞ്ഞു തന്നെയാണ്. അഖിൽ രാജ് കോട്ടാത്തല എന്നായിരുന്നു അഖിൽ മാരാർ ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് ജാതി പേരായ മാരാർ എന്ന് ഇയാൾ പേരിനൊപ്പം ചേർത്തത്. അപ്പൊ ഇവിടെ സിയാസ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എന്തായാലും അഖിൽ മാരാർക്ക് അത് ഭയങ്കര ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം അഖിൽ മാരാർ ചെയ്തൊരു ഇന്റർവ്യൂവിൽ ഇതുപോലെ അഖിലിന്റെ പേര് മാറ്റത്തെ കുറിച്ച് അവതാരകൻ ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ കോട്ടാത്തല എന്ന പേര് മാറ്റി മാരാർ എന്ന ജാതി പേര് സ്വീകരിച്ചതിന് പിന്നിലുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങനെ ആ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് സിയാസ് കരീം അഖിൽ കോട്ടാത്തല എന്ന് വിളിച്ചതിനെ കുറിച്ച് അഖിൽ മാരാറോട് അവതാരകൻ ചോദിക്കുന്നത്. അങ്ങനെ അതിനുള്ള മറുപടി പറയുന്ന സമയത്താണ് അവൻ സ്വന്തം ഉമ്മാനെ അടിച്ച് പുറത്താക്കിയ ആളാണ് എന്നുള്ള രീതിയിൽ സിയാസ് കരീമിനെതിരെ അഖിൽ മാരാർ സംസാരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂവിലെ ചെറിയൊരു ഭാഗം കണ്ടോക്കാം. പോയിന്റ് പോകും. ഈ ജാതിയുടെ ഭാഗമായിട്ടുള്ള മാരാർ എന്നുള്ള പേര് അത് ഞാൻ ജന്മം കൊണ്ട് നമ്മുടെ അല്ലല്ല, ഞാൻ പറഞ്ഞത് ജന്മം കൊണ്ട് അച്ഛനും അമ്മയും മാരാരായതുകൊണ്ട് ഫാമിലി എന്ന് പറയുന്നത് മാരാർ ഫാമിലിയാണ്. താലിപ്പാട്ടൊക്കെ അറിയാം അവർക്ക്. എല്ലാവരും നമ്മൾ അച്ഛനൊക്കെ ജീവിക്കാൻ മാർഗ്ഗമില്ല. അമ്പലത്തിലെ കൊട്ടും പാട്ടും കൊണ്ട് നടന്നിട്ട് ഇന്നത്തെ കാലത്തൊന്നും ആർക്കും ജീവിക്കാനൊന്നും പറ്റത്തില്ല. അവരൊക്കെ ചെറിയ ഞാൻ ആകെ ഒരു മാരാറെ കേട്ടുള്ളൂ, നന്ദഗോപാൽ മാരാർ. നമ്മുടെ ഷർക്കാല ഗോവിന്ദ മാരാർ എന്ന് പറയുന്ന സാധാരണക്കാരായ ആളുകൾ വലിയ സംഗീതജ്ഞനാണ്. പിന്നെ ബിജെപിയുടെ സ്ഥാപക നേതാവിന്റെ പേര് KG മാരാർ എന്നാണ്. അപ്പൊ അതൊക്കെ ഇൻഫ്ലുവൻസ് ആണ്. ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. KG മാരാറുടെ പേരിലാണ് ബിജെപിയുടെ ഓഫീസ് തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ നമുക്കൊരു. ഞാൻ അന്വേഷിച്ചപ്പോ ഹോണസ്റ്റ്ലി പറയാം, ഞാൻ കൊട്ടാരക്കര അന്വേഷിച്ചപ്പോ അഖിൽ മാരാറിന് മാരാർ ഫാമിലിയോ മാരാറിന്റെ ജോലി സംബന്ധമായിട്ട് ഒരു ബന്ധവുമില്ല. അഖിൽ കോട്ടത്തല മാത്രമാണ്. കോട്ടത്തല മാറിയപ്പോ പേരിന് സ്ട്രെങ്ത് ഉണ്ടാക്കാൻ ഞാൻ പറയാനല്ല. നമ്മളെ പിന്നെ എന്താണ് ഉദയനാണ് താരത്തില് പുള്ളിയുടെ പേരെന്താ, നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഇട്ട പേരുണ്ടല്ലോ, സരോജ് കുമാർ ഇട്ട പോലെ ഒരു പേര് സ്ട്രോങ് ആയിട്ട് ഇട്ടാണെന്നാണ് ഞാൻ ഏത് കാസ്റ്റിലാണ് ജനിച്ചതെന്ന് വേറൊരാൾ എങ്ങനെ പറയുന്നു? എന്നാ കാസ്റ്റില് ആദ്യമേ ആവണ്ടേ? പിന്നെ എന്തിനാ ആദ്യമേ നിങ്ങളെ കോട്ടത്തല ഉൾപ്പെടുത്തേണ്ട ആവശ്യം? നമ്മുടെ ഒരുപാട് ആൾക്കാർ മേനോൻ നായർ എന്ന പദവികൾ പിൽക്കാലത്ത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് വേണ്ട. ഒന്നാമത്തെ കാര്യം, ഞാനിത് പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ അഖിൽ കോട്ടാത്തല എന്ന പേര് തന്നെ അറിയപ്പെടുന്നതിൽ എനിക്ക് ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ അത് ചെറുതായിട്ട് ഒന്ന് ചൊറിഞ്ഞ പോലെ തോന്നി. നമ്മുടെ സിയാസ് കരീം പറഞ്ഞപ്പോ അവനെയൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു. അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവൻ്റെയൊക്കെ വാക്കിനെ ആരും വിശ്വസിക്കാൻ പോകുന്നു. 4 മാസം മുന്നേ അവൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവന്റെ വാക്കുകളെയോ അവന് വാക്കിന് മറുപടി പറയുക എന്നുള്ളതല്ല എന്റെ ഉത്തരവാദിത്വം. പക്ഷേ മാരാർ അവനെ പോയി അങ്ങോട്ട് പരിചയപ്പെട്ടാണ്. അവനെ അങ്ങോട്ടോ അത്ര അവൻ അങ്ങോട്ട് അന്ന് അവൻ ഹീറോ, അന്ന് പിന്നെ അഖിൽ ആരുമല്ല. പക്ഷെ ഇതൊക്കെ ആര് നിങ്ങളോട് അഖിൽ ആരുമല്ല. ഇതെന്ത് ബേസിൽ? ഞാൻ ആരുമല്ല. അവൻ എന്നെ ഇങ്ങോട്ടാണ് പരിചയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. കോട്ടാത്തല എന്ന് വിളിക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അഖിൽ മാരാർ പറയുന്നുണ്ടെങ്കിലും സിയാസ് അങ്ങനെ വിളിച്ചതിന് അഖിലിന് നല്ലോണം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണെങ്കിലും ഇത്രയും ദേഷ്യത്തിൽ ഒരു മറുപടി പറയാൻ കാരണം. ഇവിടെ ഇപ്പൊ സിയാസ് സ്വന്തം ഉമ്മാൻ അടിച്ച് പുറത്താക്കിയ കാര്യമൊന്നും പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷെ ഉള്ളിൽ അത്രയും ദേഷ്യം ഉള്ളത് കൊണ്ടാണ് അഖിൽ മാരാർ അങ്ങനെ പറഞ്ഞത്. സിയാസോ അവനാര്? അവനൊന്നും എന്റെ ലെവലിലുള്ള ആളല്ല. ഞാൻ മെയിനാണ്. അവരൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഈ ഒരു
ആറ്റിറ്റ്യൂഡിലാണ് അഖിൽ സംസാരിക്കുന്നത് അല്ലെ. എന്തായാലും 4 മാസം മുമ്പ് അഖിൽ മാരാർ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് അഖിൽ മാരാറുടെ ഈ സ്റ്റേറ്റ്മെന്റിന് മറുപടി ആയിട്ട് ഷിയാസ് കരീം രംഗത്ത് വരുന്നത്. എന്തുകൊണ്ട് ഇത്ര വൈകിയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. അന്നേ മറുപടി കൊടുക്കേണ്ട കേസായിരുന്നത്. ഇത്രയും കാര്യത്തിന് ശേഷം എന്തുകൊണ്ട് മറുപടി കൊടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന് അറിയാൻ എനിക്ക് നല്ല ആകാംക്ഷയുണ്ട്. എന്തായാലും നമുക്ക് ഷിയാസ് കരീമിന് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. ഒരു ചാണാപ്പുഴ വന്നിട്ട് ഉമ്മ ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ പോയി പറഞ്ഞു. ആര് മൈൻഡ് ചെയ്യുന്നു? അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവൻ്റെ വാക്കിനെ ആരും വിശ്വസിക്കും? 4 മാസം മുന്നേ അവനെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു. അതല്ല, ഈ ക്യാമറ എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇതാ. അതെ, ഉമ്മാനെ ഞാൻ പുറത്താക്കി. ഉമ്മ ഒരു പുസ്തകം ഒരു പുസ്തകം എല്ലാ ദിവസവും പുറത്താക്കും. വൈകുന്നേരം കയറി വരും. ഉമ്മ ഒരു ചാണാപ്പുഴ വന്നിട്ട് ഉമ്മാനെ ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ പോയിരുന്നു പറഞ്ഞു. പിന്നെ അവനെ മറ്റേ കേസും കൂടി ഇരുന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞു അത് 10-17 വയസ്സായ മോനുണ്ടായി. ആ ചെറുക്കനുള്ള കാലം വരെ ഈ പെണ്ണിനെ ആ പെണ്ണിനെ എന്റെ മോൻ കല്യാണം കഴിക്കൂല. അത് പോട്ടെ, അത് കോടതിയിൽ ഇരിക്കുന്ന സാർ നമ്മൾ സ്റ്റേ ഓർഡറൊക്കെ വാങ്ങിച്ചത് ഇങ്ങനെ ഇരിക്കുന്ന സാർ വിട്ടിട്ട്. പിന്നെ എന്റെ ഉമ്മാനെ ഞാൻ പുറത്താക്കി. എന്റെ വല്യമ്മ ധരിക്കണം, വല്യമ്മ ധരിക്കണം. ഇവരൊക്കെ റമദാൻ മാസമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോ പേടിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തതാണ്. ഞാൻ 10 കഴിച്ച് ഇരിക്കുക. ഇത് പറയണ്ടോ? ഒന്നും പറയാനില്ല. പുറത്തൊന്നും ആക്കിയിട്ടില്ല. ആരും പറയണ്ട പുറത്താക്കി. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങൾ. ഷിയാസിന് ഉമ്മ തന്നെ വന്നിരുന്ന് എന്നെ പുറത്താക്കിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോ പിന്നെ നമ്മൾ എന്ത് പറയാനല്ലേ. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അഖിൽ മാരാർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഷിയാസ് സ്വന്തം ഉമ്മാനെ അടിച്ച് പുറത്താക്കിയെന്ന് പെരുമ്പാവൂരിലുള്ള ആരോ തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു എന്നുള്ളതാണ് അഖിൽ മാരാർ പറയുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ, ഈ അഖിലും ഷിയാസും തമ്മിലുള്ള പ്രശ്നം അറിയാവുന്ന ആരോ ഇതൊന്നുകൂടെ മൂപ്പിക്കാൻ വേണ്ടി അഖിൽ മാരാരോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുത്തതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഷിയാസും ഉമ്മയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും. ഈ ഉമ്മയും മക്കളാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവല്ലോ. പിന്നീട് അവർ വീണ്ടും ഒന്നിച്ചതായിരിക്കാം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടായിരിക്കാം ഷിയാസ് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ ഇത്രയും സമയമെടുത്തത്. ഞാൻ 2 പോസിബിൾ സിനാരിയോസ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഒന്നും അറിയാത്ത ആരോ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഷിയാസ് കരീം ഉമ്മാനെ അടിച്ച് പുറത്താക്കിയെന്നൊക്കെ അഖിൽ മാരാർ പറഞ്ഞു പരത്തിയത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാരാർക്ക് ഷിയാസ് കരീമിനോട് നല്ല ദേഷ്യം ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാലും ഉമ്മാനെ അടിച്ച് പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞു പരത്തുന്നതിന് മുമ്പ് അത് സത്യമാണോ എന്ന് ഒന്ന് അന്വേഷിക്കണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ബാക്ക് നമുക്ക് അഖിൽ മാരാറുടെ ഇന്റർവ്യൂവിലേക്ക് തന്നെ വരാം. എന്തുകൊണ്ട് കോട്ടാത്താർ എന്ന പേര് മാറ്റി അഖിൽ മാരാർ എന്ന പേര് സ്വീകരിച്ചു എന്നതിനെ കുറിച്ച് അഖിൽ മാരാർ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോ. അവൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ പടത്തിൽ ഡയലോഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കൊരു വേഷം തന്നാൽ മതി എന്ന് പറഞ്ഞ ആളാണ്. പിന്നീട് അങ്ങനെ വന്ന് പരിചയപ്പെട്ടപ്പോൾ അഖിൽ പരിചയപ്പെടുത്തിയത് ഞാൻ പിന്നെ അഖിൽ കോട്ടത്തലാണെന്ന് പറഞ്ഞു. അത് എന്റെ പേര് അങ്ങനെ ആണല്ലോ അന്ന് അങ്ങനെ പറഞ്ഞു. അല്ല അതേ ഷിയാസും പറഞ്ഞുള്ളൂ. അതേ ഷിയാ എനിക്ക് അഖിൽ മാരാറിന് അറിയില്ല, എനിക്ക് അഖിൽ കോട്ടത്തലിനെ അറിയുള്ളൂ. അത് അഖിൽ പറഞ്ഞു കൊടുത്തല്ലേ. ഞാൻ ഒരു മിനിറ്റ്, ഈ അഖിൽ മാരാർ എന്ന് പറയുന്നതിലൂടെയാണ് നിങ്ങൾ ഈ കാണുന്ന അഖിലിനെ ജനം അറിയുന്നത്, കേരളം അറിയുന്നത്. അഖിൽ കോട്ടാത്തൽ എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കാരണം എന്താ, ഒരു പേര് നമ്മൾ വലിയ വലിയ കലാകാരന്മാരുടെ പേര് ഉൾപ്പെടുത്തിയിട്ട് തെറ്റല്ലത്. അതിലൊരു പേരല്ലോ, ഒരു ജാതിയുടെ പേരാണ്. പേരെന്താ? പ്രണവ് ജാതി പേരല്ല. എന്തായിരുന്നു പേര്? മമ്മൂക്കയുടെ പേരെന്തായിരുന്നു? ജയന്റെ പേരെന്തായിരുന്നു? ദിലീപേട്ടന്റെ പേരെന്തായിരുന്നു? ജയനൊക്കെ കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റിയിട്ട് ജയൻ ഇട്ടതാ. ജയൻ മാറ്റിയിട്ട് കൃഷ്ണൻ നായർ എന്നല്ല ഇട്ടത്. എന്താ കുഴപ്പം? കുഴപ്പമില്ല. ഒരു ഇന്നത്തെ കാലത്ത് കമല നെഹ്റു ഇന്ദിരാഗാന്ധിയായിട്ട് അറിയപ്പെട്ടു. ഇന്ദിര കമല നെഹ്റു ആയിട്ട് തന്നെ അറിയപ്പെട്ടാലും അവർ ഇന്ത്യയിൽ നല്ലൊരു പേര് എനിക്ക് തോന്നിയത് അഖിൽ രാജ് എന്നുള്ള പേര് മാറ്റി ജാതിയുടെ അന്നേരം ചോദിക്കേണ്ട ചോദ്യം എന്തിനാണ് ഈ പേര് മാറ്റിയെന്നാണ് ചോദിക്കേണ്ടത്. അല്ല, ഞാൻ മാരാറല്ലെന്ന് പറയാൻ നിങ്ങളാരാ? ഞാൻ കാര്യം പറയാം. വേറൊരുത്തനാരാ? ഞാൻ പറയട്ടെ, ആരുമല്ല. ഞാൻ എന്താ പേര്? സർട്ടിഫിക്കറ്റിലെ പേരിലൂടെയാണോ കേരളം അറിയപ്പെടുന്ന ആൾക്കാരെ? കേരളം അറിയപ്പെടുന്നില്ല. നമ്മൾക്കൊരു പാസ്പോർട്ടിലെ പേരുണ്ടാവില്ലേ? നിങ്ങൾ എയർപോർട്ടിൽ വിളിക്കണത് ഞാൻ ചോദിക്കട്ടെ, അഖിലിന്റെ എയർപോർട്ടിൽ ഒരു കൗണ്ടറിൽ നിന്ന് വിളിക്കുന്ന സ്റ്റാഫ് വിളിക്കുമ്പോൾ അഖിൽ മാരാർന്നാണ് വിളിക്കുക. എനിക്ക് ഗസറ്റ് കൊടുത്താൽ മാറ്റിക്കൂടെ? മാറ്റിയിട്ടുണ്ടോ? ഞാൻ അതെന്റെ ഇഷ്ടമല്ലേ? അതാ പറഞ്ഞത്. ജ്യോതിച്ചേട്ടനാണ് എന്നോട് ഈ പേര് മാറ്റാൻ പറയുന്നത്. അഖിൽ കോട്ടാത്തല എന്ന പേര് ആ സമയത്ത് ഞാൻ റൈറ്റപ്സ് എഴുതും. എൻ്റെ ഒരുപാട് ആർട്ടിക്കിളുകൾ പബ്ലിഷ്ഡ് ആവുന്ന സമയത്ത് ഇംഗ്ലീഷിൽ KOTTHAL എന്ന പേര് മലയാളത്തിൽ ഒരാൾ തർജ്ജമ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടല്ല ഉച്ചരിക്കുന്നത്. കോട്ടാത്തല എന്ന് പറയുന്ന പേരിനെ കൂട്ടാത്തല, കൊട്ടത്തല എന്നുള്ള പല രീതിയിലായിരിക്കും മലയാളം തർജ്ജമ വരുന്നത്. ആ സമയത്ത് സുരാജേട്ടൻ, ഞാൻ ആദ്യത്തെ എൻ്റെ കഥ ഡിസ്കസ് ചെയ്യുന്ന സുരാജേട്ടനായിട്ടാണ്. അപ്പോൾ സുരാജേട്ടൻ ഞാനൊന്നും സംസാരിച്ചപ്പോൾ സുരാജേട്ടൻ പറഞ്ഞു അപ്പോൾ സുരാജേട്ടൻ നാഷണൽ അവാർഡ് കിട്ടിയ പടത്തിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. എടാ, നാഷണൽ അവാർഡ് മേടിക്കാൻ പോയപ്പോഴാണ് ഈ വെഞ്ഞാറമൂട് എന്നുള്ളൊരു പേര് ഇംഗ്ലീഷിൽ വായിക്കാൻ ഇവർ വിടുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായത്. ഇങ്ങനെ തമാശയായിട്ട് ഒരിക്കൽ സുരാജേട്ടനോട് പറയുകയും ചെയ്തു. അപ്പോൾ ഈ കോട്ട, അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസറും പറയുന്നുണ്ട്, ജോജിച്ചേട്ടൻ തമാശ രൂപേണ എന്നോട് പറഞ്ഞു, ഇത് കള്ളി ഷാപ്പിലൊക്കെ നിൽക്കുന്നവന്മാരാണ് ഒരു പേരിടാതെ വൃത്തിയുള്ളൊരു പേരിടുക. അതന്നെ ഞാനും പറഞ്ഞുള്ളൂ. അപ്പോൾ തമാശ രൂപേണ ജോജിച്ചേട്ടൻ പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പയ്യൻ പറഞ്ഞു, ചേട്ടാ നമ്മളിപ്പം സിനിമയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പഴയത് കണക്ക് ഇപ്പം പണ്ട് സെൽഫ് ഇൻസൾട്ടിങ് തോന്നി. അപ്പൊ അല്ല, ഇൻസൾട്ട് സെൽഫ് ഇൻസൾട്ട് നമുക്ക് തന്നെ ഒരു മോശം തോന്നി.
അപ്പം മാറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഒരു പേര് മാറ്റിയപ്പോ അത് ഇത്ര വലിയ ചർച്ചയായി മാറുമെന്ന് അഖിൽ മാരാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. അഖിൽ രാജ്, അഖിൽ കോട്ടാത്തല, അഖിൽ മാരാർ, എന്തായാലേ എത്ര പേരുകളാണ് ഒരു മനുഷ്യന്. കൊള്ളാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം.